ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഇല്ലാത്ത മനസ്സ്. ഭഗവാൻ ബാബ അരുളി. ദശരഥൻ സ്വപ്നം കണ്ട് ഉറക്കമുണർന്നു. സമീപമുണ്ടായിരുന്ന രാജ്ഞിമാരോട് തിരക്കി, അതോ ഇതോ സത്യം? അവർക്കൊന്നും മനസ്സിലായില്ല. രാജാവ് വീണ്ടും ചോദിച്ചു, അതോ ഇതോ സത്യം? രാജ്ഞിമാർക്ക് പരിഭ്രമമായി. വിവരമറിഞ്ഞ് കുലഗുരു വസിഷ്ഠൻ എത്തി. വസിഷ്ഠനോടും ചക്രവർത്തി ചോദിച്ചു, അതോ ഇതോ സത്യം? വസിഷ്ഠൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അതും സത്യമല്ല, ഇതും സത്യമല്ല. അതായത് രാജാവ് അപ്പോൾ കാണുന്ന ലോകവും സ്വപ്നത്തിൽ കണ്ട ലോകവും സത്യമല്ല. സ്വപ്നവും ജാഗ്രതും തമ്മിൽ ഭേദമില്ല. ജാഗ്രത് ഒരു ദീർഘസ്വപ്നം, അത്രമാത്രം. ഈ ലോകവും ഉറക്കത്തിലെ സ്വപ്നവും മനസ്സ് കാണിക്കുന്ന മായാജാലങ്ങൾ. മനസ്സുണ്ടെങ്കിൽ ലോകമുണ്ട്, മനസ്സില്ലെങ്കിൽ ലോകമില്ല. എന്താണ് മനസ്സ്? അതൊരു അതിശയ ശക്തിയാണ്. അത് ആത്മസ്വരൂപത്തിൽ നിന്ന് പൊന്തുന്നു, അതിലടങ്ങുന്നു. ശരിക്കും വിചാരം ചെയ്താൽ മനസ്സ് ഇല്ലാത്തതാണെന്ന് കാണാം. ഒരിക്കൽ ഒരു മുത്തശ്ശി സ്വാമിയോട് പറഞ്ഞു, സ്വാമി, മനസ്സ് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. എവിടെയാണ് മനസ്സ്? കാണിച്ചു തരൂ, ഞാനിത് ശരിയാക്കാം. സ്വാമി, മനസ്സിനെ കാണിച്ചു തരാനാവില്ല സ്വാമി, അവർ പറഞ്ഞു. എങ്കിൽ ആ മനസ്സിനെ എനിക്ക് എടുത്തു തരൂ സ്വാമി. അതിനെ എടുത്തു തരാനും കഴിയില്ല ഭഗവാൻ, അവർ പറഞ്ഞു. സ്വാമി എല്ലാവരോടുമായി പറഞ്ഞു, നോക്കൂ, കാണിച്ചു തരാനാകാത്ത, എടുത്തു തരാനാകാത്ത, അതായത് ഇല്ലാത്ത മനസ്സ് ആ മുത്തശ്ശിയെ വല്ലാതെ വിഷമിപ്പിക്കുന്നു. ഇതുതന്നെയാണ് എല്ലാവരുടെയും അവസ്ഥ. കാണാനാവാത്തതും കാണിച്ചു കൊടുക്കാനാവാത്തതും ഇല്ലാത്തതുമായ മനസ്സ് ഒരുവനെ തീയില്ലാതെ ദഹിപ്പിക്കുന്നു, വെള്ളമില്ലാതെ മുക്കിക്കൊള്ളുന്നു. മനസ്സ് വിഷമിപ്പിക്കുന്നു എന്നത് സത്യം. നമ്മുടെ സമസ്ത ആധ്യാത്മിക ശാസ്ത്രങ്ങളും മനസ്സിനെ കൈകാര്യം ചെയ്യാനുള്ളതാണ്. പ്രബുദ്ധോസ്മി, ഞാൻ ഉണർന്നു എന്ന് പറഞ്ഞ് ഊർജ്ജസ്വലനായ ശ്രീരാമകുമാരനെ വാസിഷ്ഠത്തിൽ കാണാം. രാമൻ ഉറക്കെ പറയുന്നു, എന്റെ സമ്പത്ത്, ആത്മാവ് അപഹരിച്ച കള്ളനെ ഞാൻ കണ്ടെത്തി. അവന്റെ പേരാണ് മനസ്സ്. ഇത്രയും നാൾ എന്നെ നശിപ്പിച്ചു കൊണ്ടിരുന്ന മനസ്സിനെ ഞാൻ ഇതാ നിഗ്രഹിക്കാൻ പോകുന്നു. ഞാൻ ഇന്ന് വ്യവഹാര ഭാഷയിൽ പറയുന്നത് തന്നെ മനസ്സ്. വ്യവഹാര ദിശയിൽ മനസ്സിനെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. കാരണം മനസ്സാണ് ജഗൽ സൃഷ്ടി ചെയ്യുന്നത്. മനസ്സുകൊണ്ട് ചെയ്യുന്നതെല്ലാം ചെയ്തതായി കരുതാം. മനസ്സുകൊണ്ടുള്ള ഉപേക്ഷയാണ് ശരിയായ ഉപേക്ഷ. ഉപനിഷത്ത് പറയുന്നു, ശരീരം ഒരു രഥമാണ്, ആത്മാവ് രഥി. ബുദ്ധിയാണ് ഈ രഥം ഓടിക്കുന്നത്. രഥം വലിക്കുന്നത് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകൾ. വിഷയങ്ങളാണ് അവയുടെ പാത. മനസ്സാകുന്ന കടിഞ്ഞാൻ കൊണ്ട് അവയെ കെട്ടിയിരിക്കുന്നു. കടിഞ്ഞാൻ ബുദ്ധിയുടെ കയ്യിലും. നേരായ വഴിയിലൂടെ നയിച്ചില്ലെങ്കിൽ ഈ രഥം തകരും. സദ്ബുദ്ധിയുടെ നിയന്ത്രണത്തിൽ മനസ്സ് നിൽക്കണം. ഇതാണ് നിയന്ത്രിക്കപ്പെട്ട മനസ്സ്. അല്ലാത്ത മനസ്സ് ദുഃഖ ദുരിതങ്ങളെ സമ്മാനിക്കൂ. അനുസരണയില്ലാത്ത ശാഠ്യക്കാരനും ശക്തനുമായ കുട്ടിയെ എങ്ങനെ മെരുക്കുന്നുവോ അതുപോലെ വേണം മനസ്സിനെയും മെരുക്കാൻ. തന്ത്രവും ശക്തിയും അതിനാവശ്യമാണ്. അതിന്റെ ആദ്യപടി മനസ്സിനെ തടിപ്പിക്കുന്നവയെ, പ്രബലമാക്കുന്നവയെ ഒഴിവാക്കുകയാണ്. ആഹാരത്തിലൂടെയാണ് മനസ്സുണ്ടാകുന്നത്. ആഹാരം 5 വിധം: കാഴ്ച, ശബ്ദം, സ്പർശം, ഗന്ധം, രുചി. 5 ഇന്ദ്രിയങ്ങളിലൂടെ നാം സ്വീകരിക്കുന്നത് 5 തരത്തിലുള്ള ആഹാരമാണ്. ഇവ 5ഉമാണ് മനസ്സിന് രൂപം കൊടുക്കുന്നത് എന്ന് ശ്രുതി അരുളുന്നു. ഇവ 5ഉം നല്ലതെങ്കിൽ മനസ്സും നല്ലത്, ഇവ മോശമായാൽ മനസ്സും തദൈവ. അതുകൊണ്ട് നല്ലത് കാണുക, നല്ലത് കേൾക്കുക, നല്ലത് സ്പർശിക്കുക, നല്ലത് മണക്കുക, നല്ലത് കഴിക്കുക എന്ന് വെച്ച് പറയുക. നല്ലത് എന്നാൽ ഈശ്വര സംബന്ധമായ കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും മനസ്സ് നിർമ്മലമാകും. നിർമ്മലമായ മനസ്സ് എളുപ്പം നിയന്ത്രണ വിധേയമാകും. നിയന്ത്രിക്കപ്പെട്ട മനം അവനവനും ലോകത്തിനും ശാന്തിയേകും. ഭഗവാൻ ബാബ അരുളുന്നു, 9 സുഷിരമുള്ള ഒരു കുടം, അതിനുള്ളിൽ ഒരു കെടാവിളക്കും. ശരീരം ഇങ്ങനെ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു. കട്ടിയുള്ള തുണി കൊണ്ട് നിങ്ങൾ ഈ കുടം മൂടുകയാണെങ്കിൽ വെളിച്ചം കാണാനായെന്ന് വരില്ല. എന്നാൽ ഈ മറ നീക്കുകയാണെങ്കിലോ ആ സുഷിരങ്ങളിലൂടെ വെളിച്ചം എങ്ങും പരക്കുകയായി. അപ്പോൾ 9 വിളക്കുകൾ ഉണ്ടെന്നും തോന്നിപ്പോകും. ആ കുടം മുടക്കുകയാണെന്നിരിക്കട്ടെ, ഒരേ ഒരു വിളക്ക് മാത്രമേ അകത്തുള്ളൂ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ശരീരത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു? 7 തൊട്ടി വെള്ളം, 2 ഇഞ്ചിന്റെ 4 ആണികളിലുള്ള അത്ര ഇരുമ്പ്, 1100 തീപ്പെട്ടിക്കൊള്ളികളിൽ അടങ്ങുന്ന ഗന്ധകം, 2 കട്ട സോപ്പിലും 4 പെൻസിലുകളിലുമുള്ള അത്ര കാർബൺ. ഇവയോടൊപ്പം വേറെ ഏതാനും സാധനം കൂടി ചേർത്താൽ ശരീരമായി. അതിലടങ്ങുന്നത് വെറും ജഡപദാർത്ഥങ്ങൾ. പിന്നെ എങ്ങനെ അതിൽ ജീവൻ തുടിക്കുന്നു? ഉള്ളിന്റെ ഉള്ളിൽ ഒരാളുള്ളത് കൊണ്ട്. ദേഹമാണ് ഞാൻ എന്ന് ഭ്രമിക്കാതിരിക്കുക. ദേഹത്തോടുള്ള ആസക്തിയിൽ മതിമറക്കുകയും അരുത്. അതിനെ കേടുകൂടാതെ വേണ്ട വിധത്തിൽ സംരക്ഷിക്കുക എന്നതാണ് നിങ്ങളുടെ കടമ. കാരണം അതുള്ളത് കൊണ്ടാണ് ഉൾപ്പുളകമണിയിക്കുന്ന ദൈവികമായ ആനന്ദം നിങ്ങൾ അനുഭവിക്കുന്നത്. അതിനാൽ ദേഹത്തെ നിന്ദിക്കണ്ട.
ഈശ്വരനിലേക്കുള്ള പ്രയാണത്തിന് വേണ്ടിയാണ് ശരീരം എന്ന ഉപകരണം. ഭഗവാന്റെ രഥമാണത്. അതിനെ അറ്റകുറ്റപ്പണി ചെയ്യാതെ അവഗണിക്കരുത്. ജീവിക്കുന്നിടത്തോളം കാലം ശരീരം നന്നായി നോക്കണം. മനസ്സും കാഴ്ചപ്പാടും ഉറപ്പിക്കണം. ഇങ്ങനെ ആത്മാനന്ദം അനുഭവിക്കാൻ സാധിക്കും. ദേഹത്തെ ശീലിപ്പിക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. ശരീരം ആരോഗ്യപൂർണമായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കത് നന്നായി ഉപയോഗിക്കാൻ കഴിയും. ശരീരം ഒരു ക്ഷേത്രം. അതിൽ ജീവൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വാടകയ്ക്കെടുത്ത വീടാണ് ദേഹമെന്ന് ഞാൻ പറയും. ഈശ്വരനാണ് അതിന്റെ ഉടമ. ജീവൻ ആ വീട്ടിൽ തങ്ങുന്നു. നല്ല പ്രവൃത്തികൾ, ചിന്തകൾ, സംഭാഷണം, നടപടി എന്നിവയുടെ രൂപത്തിലാണ് വാടക കൊടുക്കേണ്ടത്. പക്ഷേ വാടകക്കാരൻ ഉടമയെ അവഗണിച്ച് വാടക കൊടുക്കാതിരിക്കുന്നു. അപ്പോൾ അയാളെ ഒഴിപ്പിക്കാൻ അദ്ദേഹം നിർബന്ധിതനാകും. വാടക കുടിശ്ശിക തീർത്തു തരുന്നില്ല എങ്കിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതാകുന്നു എന്ന് ഉടമ നോട്ടീസ് അയക്കും. ആദ്യത്തെ സൂചന നരയാണ്. വാടകക്കാരൻ മുടി കറുപ്പിച്ച് അത് കണ്ടില്ലെന്ന് നടിക്കുന്നു. അടുത്തത് പല്ലുകൊഴിയൽ. ഈ സൂചനയും വെപ്പ് പല്ലുറപ്പിച്ച് താമസക്കാരൻ വകവയ്ക്കുന്നില്ല. മൂന്നാമത്തെ അറിയിപ്പ് തിമിരത്തിന്റെ രൂപത്തിൽ. ഒരു ശസ്ത്രക്രിയ കൊണ്ട് ഇതിനെയും അയാൾ മറികടക്കും. കണ്ണട വഴി കാഴ്ച ശരിയാക്കുന്നു. പിന്നീട് വരുന്നത് ജരയാണ്. തൊലി അയ്യുന്നു, ചുക്കിച്ചൊളിയുന്നു. ഈ സൂചനയും സൗന്ദര്യവർദ്ധനോപായങ്ങൾ ഉപയോഗിച്ച് തള്ളിക്കളയുന്നു. ഒടുവിൽ ഉടമ തന്റെ ശിങ്കിടികളെ മാരക രോഗങ്ങളുടെ രൂപത്തിൽ അയക്കും. അവ ഒരു കയ്യാങ്കളിയിലൂടെ വാടകക്കാരനെ ഒഴിപ്പിക്കും. ശരീരം എന്ന വാടക വീടിന്റെ ഉടമയെ നിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ അനുവദിക്കപ്പെട്ട കാലത്തോളം സുഖമായി അവിടെ കഴിയാം. രണ്ട് സ്വഭാവങ്ങൾ മനസ്സിലുണ്ട്. അത് ഇന്ദ്രിയങ്ങളെ പിന്തുടരുന്നു. ഇന്ദ്രിയങ്ങൾ എവിടേക്കൊക്കെ പോകുന്നുവോ മനസ്സും അവിടേക്ക് നിസ്സഹായാവസ്ഥയിൽ അനുഗമിക്കുന്നു. ഇത് വിപത്ത് ക്ഷണിച്ചു വരുത്തും. ധ്യാനം, ജപം, ഭജന, പൂജ എന്നീ ഉത്തമചര്യകൾ വഴി മനസ്സിനെ അനുസരിപ്പിക്കാൻ കഴിയും. മനുഷ്യൻ എന്നാൽ മനസ്സ് തന്നെ. ചിന്തകളുടെ സമാഹാരമാണ് മനസ്സ്. നല്ല ചിന്തകൾ അവന്റെ ഭാഗ്യത്തെ വാർത്തെടുക്കുന്നു. ചിന്തകൾ നിമിത്തമുണ്ടാകുന്ന പ്രവൃത്തികളുടെ ഫലമാണ് ഇന്ന് അനുഭവിക്കുന്നത്. മനസ്സിനോട് ബന്ധപ്പെട്ട് 3 കാര്യങ്ങളുണ്ട്. ശൂന്യത, അനേകാഗ്രത, ചിന്തകളുടെ വേലിയേറ്റം. ഏകാഗ്രത, ഒന്നിൽ തന്നെ കേന്ദ്രീകരിക്കൽ. മനുഷ്യന്റെ 3 ഗുണങ്ങളിൽ നിന്നാണ് ഈ 3 വ്യവസ്ഥകളും ഉണ്ടാകുന്നത്. തമോ ഗുണം മനസ്സിനെ ശൂന്യമാക്കുന്നു. രജോ ഗുണം അവിടെയും ഇവിടെയും കറങ്ങി നടക്കാൻ പ്രേരിപ്പിക്കുന്നു. സത്വഗുണം മനസ്സിന് സ്ഥൈര്യം നൽകുന്നു. അതുകൊണ്ട് സത്വഗുണം വളർത്തിയെടുക്കുന്നവർക്ക് മാത്രമേ പ്രയാസമില്ലാതെ ധ്യാനിക്കാൻ കഴിയൂ. മനസ്സിന് 2 ചീത്ത സ്വഭാവങ്ങളുണ്ട്. വളഞ്ഞ വഴിയേ പോകാനുള്ള താല്പര്യം, കാണുന്നതിനൊക്കെ ആഗ്രഹിക്കാനും കൈക്കലാക്കാനുമുള്ള പ്രവണത. കണ്ടതിനൊക്കെ കൊത്തിക്കൊണ്ട് വളഞ്ഞു പൊളിഞ്ഞു പോകുന്ന പാമ്പിനോട് അതിനെ താരതമ്യപ്പെടുത്താം. മനസ്സ് തീർച്ചയായും നേരെ പോകണം. രാമൻ മനസ്സിൽ കടന്നു വരുമ്പോൾ കാമന് അവിടെ ഇടമില്ല. മനസ്സ് വളരെ സൂക്ഷ്മവും വികസിപ്പിക്കാവുന്നതുമാണ്. കൂടാതെ വളരെ മൃദുലവും വ്യാപിച്ചു നിൽക്കുന്നതും. ആഗ്രഹങ്ങൾക്കനുസരിച്ച് അത് അങ്ങും ഇങ്ങും ഒഴുകി നടക്കും. എത്ര ദൂരം വേണമെങ്കിലും മനസ്സ് പോകും. കായിൽ നിന്നുതിർന്ന പഞ്ഞി പോലെയാണത്. തൂവലിനേക്കാൾ കനം കുറഞ്ഞതും. അതിനെ നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഭാരമുള്ളത് അതിനോടൊപ്പം വെച്ചേ പറ്റൂ. മനസ്സ് കരുത്തേറിയത്. കണ്ണുകൂടാതെ കാണാനും ചെവി കൂടാതെ കേൾക്കാനും നാവ് കൂടാതെ പറയാനും കാലുകൾ കൂടാതെ നടക്കാനും അതിന് കഴിയും. മനുഷ്യൻ മനസ്സിനെ അടക്കാൻ മുതിരുന്നു. എങ്കിലും അവൻ അതിന്റെ പിടിയിലാണ്. മനസ്സ് അതിന് തോന്നിയതുപോലെ പായട്ടെ. അത് എവിടെ പോകുന്നുവെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾ പിന്നാലെ ഓടാതിരുന്നാൽ മതി. കുറച്ചു നേരം അലിഞ്ഞു തിരിഞ്ഞു മടുത്ത് വശം കെട്ട് അത് നിങ്ങളുടെ അടുക്കൽ തന്നെ തിരികെ വരും. മനസ്സിനെ എളുപ്പം മെരുക്കാൻ പറ്റുമോ? കൊള്ളാം. ഒരാനയ്ക്ക് പോലും മനസ്സിന്റെ ശക്തിയില്ല. പിടിതരാതെ കുതറി നടക്കുകയാണ് അത്. പോരെങ്കിൽ വല്ലാത്ത ശാഠ്യവും ദുരാഗ്രഹവും. അതൊരിക്കലും ഒരിടത്തു തന്നെ നിൽക്കില്ല. മനസ്സിനെ വെറുതെയിലാക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചു കെട്ടാൻ ഒരുങ്ങുന്നത് പോലെയാണ്. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അരുളുന്നു, മനസ്സിനെ ചൊൽപ്പടിക്ക് നിർത്തുക എന്നത് നടക്കാത്ത കാര്യമൊന്നുമല്ല. എന്നാൽ ഏറെ പ്രയാസപ്പെടേണ്ടി വരുമെന്നത് വാസ്തവം. ചിട്ടയായുള്ള അഭ്യാസവും നിരന്തരമായ വിചാരവും വിരക്തിയും കൊണ്ട് മനസ്സിനെ വെറുതിയിലാക്കാം. അഭ്യാസ തികവ് കൊണ്ട് നേടാൻ വയ്യാത്തതായി ഒന്നുമില്ല. ജലാശയത്തിൽ ഓളമുണ്ടാകുമ്പോൾ അതിൽ പ്രതിബിംബിക്കുന്ന ചന്ദ്രനും ഇളക്കം തോന്നും. ഓളം ഒതുങ്ങുമ്പോഴോ അമ്പിളിക്ക് എന്ത് മിഴിവ്! കലങ്ങിയ ഇളകുന്ന കുളത്തിൽ കാണുന്ന ചന്ദ്രബിംബം നന്നായിരിക്കുകയില്ല. അതുപോലെ മനുഷ്യ മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ അവനിലെ പ്രേമം മങ്ങുന്നു. മനസ്സാണ് ലോകം, മനോജയമാണ് ലോകജയം. ഇക്കാര്യം വെളിപ്പെടുത്തുന്ന ഒരു ചരിതം ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്നു. അവന്തിയിൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു, ധനികൻ. പക്ഷെ പിശുക്കൻ. കളത്രപുത്രാദികളെ പോലും അയാൾ പിശുക്കുമൂലം വേണ്ട വിധം പാലിച്ചില്ല. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയായിരുന്നു അയാൾ. ധർമ്മലോപം മൂലം അയാൾ അധപതിച്ചു. കാലം അയാളുടെ ധനം പല രൂപത്തിലും ഭാവത്തിലും നഷ്ടപ്പെടുത്തി.
ധനികൻ വല്ലാത്ത ദുരിതത്തിലായി. ബന്ധുമിത്രാദികൾ അയാളെ കൈയൊഴിഞ്ഞു. ദുഃഖിച്ചും കരഞ്ഞും കാലം പോകവേ ഒരു നാൾ അയാൾക്ക് തോന്നി, പിണമാകാൻ പോകുന്ന ശരീരത്തെ പണത്തിനായി എത്ര ഞാൻ ലാളിച്ചു. ധനം നല്ല സുഹൃത്തല്ലെന്ന് എനിക്ക് മനസ്സിലായി. ധനം അഹങ്കാരം ഉണ്ടാക്കും, ബന്ധുമിത്രാദികളെ സജ്ജനങ്ങളെ അകറ്റും, അധർമ്മം ചെയ്യാനുള്ള വഴിയൊരുക്കും. ധനസമ്പാദനത്തിനായി ജീവിക്കുന്നതിൽ പരം വലിയൊരു മണ്ടത്തരവും അപരാധവുമില്ല. ധനം മരണവേളയിൽ ആശ്വാസം പകരില്ല. ഈ വിധ ചിന്തകൾ അയാളെ ശരിയായ വിരക്തിയിലേക്ക് നയിച്ചു. തനിക്ക് ഈ വിരക്തി വന്നത് ഭഗവത് കൃപ മൂലം മാത്രമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ശേഷം ജീവിതം ഈശ്വര സേവയ്ക്കും സ്മരണയ്ക്കുമായി അയാൾ ഉറപ്പിച്ചു. ഇങ്ങനെ വിരക്തി വന്ന് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് ജീവിതം നയിച്ച അദ്ദേഹത്തെ നാട്ടുകാർ പല വിധത്തിലും ഉപദ്രവിച്ചു. ചിലർ തൊപ്പി, ആഹാരത്തിൽ മലമൂത്രാദികൾ വിസർജിച്ചു. ഇതെല്ലാം ശാന്തമായി സ്വീകരിച്ച ആ ഭിക്ഷു തനിക്ക് ഉണ്ടായ അനുഭവങ്ങളെ എങ്ങനെ സ്വീകരിച്ചു എന്ന് വിവരിക്കുന്നതാണ് ഭിക്ഷുഗീത. അദ്ദേഹം പ്രശാന്ത മനസ്സോടെ പാടി: എൻ്റെ ഈ ദുഃഖ ദുരിതങ്ങൾക്ക് ഗ്രഹങ്ങളോ ദേവന്മാരോ മനുഷ്യരോ കർമ്മമോ കാലമോ ഒന്നും കാരണമാകുന്നില്ല. ഇതൊന്നും ആരെയും സുഖിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്നില്ല. എൻ്റെ സുഖദുഃഖങ്ങൾക്ക് കാരണം എൻ്റെ മനസ്സ് മാത്രമാണ്. ലോകത്തെ സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും മനസ്സാണ്. മനസ്സിനെ ഞാനായി കരുതുന്നത് കൊണ്ടാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്നത്. ദാനധർമാദികൾ, ഏകാദശാദി വ്രതങ്ങൾ, വേദജപം തുടങ്ങിയവ മനസ്സിനെ നിഗ്രഹിക്കാൻ വേണ്ടിയുള്ളത് മാത്രമാണ്. മനസ്സടങ്ങിയവന്, അതായത് ആത്മാവിൽ സ്ഥിരവാസം ഉറപ്പിച്ചവന്, ദാനാദി കർമ്മങ്ങൾ കൊണ്ട് ഒന്നും നേടാനില്ല. മഹാബലവാനായ മനസ്സിനെ സ്വാധീനത്തിലാക്കുകയാണ് ഇവയുടെയൊക്കെ താല്പര്യം. രാഗാദികളാകുന്ന ആയുധങ്ങൾ കൊണ്ട് മർമ്മങ്ങളിൽ താടനമേൽപ്പിക്കുന്ന മഹാശക്തനായ മനസ്സിനെ ജയിക്കാൻ ഈശ്വരകൃപ തന്നെ വേണം. സംസാര ദുഃഖം മനക്കൽപ്പിതമാണ്. ഇതിനെ മറികടക്കാൻ ഭഗവത് പാദപത്മങ്ങളെ ധ്യാനിക്കുക, അങ്ങനെ ആത്മബോധം ഉറപ്പാക്കുക. ഇതു മാത്രമേ ദുഃഖസാഗരം കടക്കുവാൻ ഉപായമുള്ളൂ. ഇങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച ആ ഭിക്ഷു പരമശാന്തിയോടെ ജീവിതം നയിച്ചു എന്ന് ഭാഗവതം പാടുന്നു. അനുസരണയില്ലാത്ത കുട്ടിയെ മെരിക്കുന്നത് പോലെ തന്ത്രത്തിലൂടെയും ശ്വാസനയിലൂടെയും മനസ്സിനെ മെരുക്കണം. അതിനുള്ള എളുപ്പവഴി ഭഗവത് സ്മരണയും തിരുനാമജപവും തന്നെ. ആദ്യമൊക്കെ യാന്ത്രികമായി തോന്നിയാലും സദാ ജപം നടത്തിക്കൊണ്ടിരുന്നാൽ മനം വഴങ്ങിത്തരും. നാം എന്താണോ ശീലിക്കുന്നത് അത് മനസ്സാകും എന്ന നിയമം മറക്കണ്ട. ഇന്നലെ വരെയുള്ള ശീലങ്ങളാണ് ഇന്നത്തെ മനസ്സ്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽക്കുള്ള സുശീലങ്ങൾ സുശിക്ഷിത മനസ്സിന് രൂപം കൊടുക്കും. തെറ്റായ കർമ്മങ്ങൾ തെറ്റായ ശീലങ്ങളിലേക്ക് ഒരുവനെ നയിക്കുന്നു. ദുശീലങ്ങൾ വീണ്ടും ദുഷ്കർമ്മങ്ങൾക്ക് പ്രേരകമാകുന്നു. ഇതൊക്കെ ചങ്ങലയാണ്. ഓം തത് സത്.